നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാവുകയും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചത് മൂലവും ആഗോള എണ്ണ വിപണി വലിയ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന വിഹിതം കടന്നു പോകുന്ന ഈ കടലിടുക്ക് അടഞ്ഞതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് മുന്നിൽ ഊർജ്ജ സുരക്ഷ വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശക്തവും ദൂരദർശിയുമായ നേതൃത്വമാണ് ആവശ്യമായത്. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ധന ഇറക്കുമതി അവതാളത്തിലാകുമെന്നാണ് ആശങ്ക. പ്രതിസന്ധി രൂക്ഷമായാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള അടിയന്തര നടപടികൾ കേന്ദ്ര സർക്കാരിന് സ്വീകരിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്ന ഏത് കപ്പലിനെയും തകർക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സാധാരണ നിലയിൽ പ്രതിദിനം 100-ലേറെ കപ്പലുകൾ കടന്നു പോയിരുന്ന ഈ പാതയിലൂടെ നിലവിൽ 1-2 ടാങ്കറുകൾ മാത്രമാണ് സഞ്ചരിക്കുന്നത്. നൂറുകണക്കിന് കപ്പലുകൾ കടലിടുക്കിന്റെ ഇരുവശങ്ങളിലുമായി കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ, LPG, LNG ഇറക്കുമതിയെ നേരിട്ട് ബാധിക്കും. ഇന്ത്യയുടെ പക്കൽ നിലവിൽ ആവശ്യത്തിന് എണ്ണയും പ്രകൃതിവാതകവും ഉണ്ട് എന്ന് സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. നിലവിൽ 25 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണ കൈവശമുണ്ടെന്നും 25 ദിവസത്തേക്കുള്ള എണ്ണ കപ്പലുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇന്ത്യയുടെ പക്കൽ മൊത്തം 74 ദിവസത്തേക്ക് തികയുന്ന പെട്രോളിയം കരുതൽ ശേഖരമുണ്ട് എന്നാണ് ഹർദീപ് സിംഗ് പുരി കഴിഞ്ഞ മാസം രാജ്യസഭയിൽ വ്യക്തമാക്കിയത്. എന്നിരുന്നാലും യുദ്ധം ദീർഘകാലം നീണ്ടുപോയാൽ രാജ്യത്തിന് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് നടക്കേണ്ടി വരും. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള പ്രകൃതിവാതക വിതരണത്തിൽ 10 മുതൽ 30% വരെ കുറവ് വരുത്തിയിട്ടുണ്ട്. ഖത്തറിൽ നിന്നുള്ള LNG ഉൽപാദനം തടസ്സപ്പെട്ടതാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ LPG റേഷനിംഗ് ഏർപ്പെടുത്തുന്നതും പെട്രോൾ, ഡീസൽ കയറ്റുമതിയിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഇന്ത്യയുടെ എണ്ണ ആവശ്യകതയുടെ 89%വും വാതക ആവശ്യകതയുടെ 50%വും ഇറക്കുമതിയെ ആശ്രയിച്ചായതിനാൽ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ച് അതീവ ഗൗരവമുള്ള വിഷയമാണ്. പശ്ചിമേഷ്യയിലെ വിതരണ തടസ്സം മറികടക്കാൻ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഇത് US-ഉമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കിയേക്കാം. ഫെബ്രുവരിയിൽ US-ഉമായി ഒപ്പിട്ട കരാർ പ്രകാരം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാം എന്ന വ്യവസ്ഥയിലാണ് ഇന്ത്യക്ക് ഇറക്കുമതി തീരുവയിൽ ഇളവ് ലഭിച്ചിരിക്കുന്നത്. റഷ്യയെ വീണ്ടും ആശ്രയിച്ചാൽ US ഈ ഇളവുകൾ പിൻവലിക്കാനും ഉയർന്ന നികുതി ഏർപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നും വിലയിരുത്തലുകളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയുടെ ഊർജ്ജ നയം വൈവിധ്യമാർന്ന ഇറക്കുമതി ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിലും ആഭ്യന്തര ശുദ്ധീകരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും തന്ത്രപ്രധാനമായ സംഭരണ ശേഷി ശക്തിപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചതിലൂടെ ആഗോള വിലക്കയറ്റത്തിനിടയിലും ഇന്ത്യക്ക് വില സ്ഥിരത ഉറപ്പാക്കാൻ കഴിഞ്ഞത് ശ്രദ്ധേയമായിരുന്നു. പ്രതിസന്ധി രൂക്ഷമായാൽ പകരം വിതരണ മാർഗങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും സൗഹൃദ രാജ്യങ്ങളുമായുള്ള ഊർജ്ജ സഹകരണം വിപുലീകരിക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുകയാണ്. ആഗോള സംഘർഷങ്ങൾ ശക്തമാകുമ്പോഴും ഇന്ത്യ ആത്മവിശ്വാസത്തോടെയും കൃത്യമായ തന്ത്രങ്ങളോടെയും മുന്നോട്ട് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും ഒരുപോലെ സംരക്ഷിക്കാൻ കഴിയുന്ന നിലപാടുകളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്ന ഭരണ കൗശലമാണ് ഇന്നത്തെ ആവശ്യകത. ആ ദിശയിൽ ഇന്ത്യ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന നേതൃത്വം നിലവിലുണ്ടെന്ന വിശ്വാസമാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്.